ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് പേര് ചോദിച്ചതുപോലെ എന്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കണത്. ഞാൻ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഞാൻ ഒരുപാട് പെർഫെക്റ്റ് അല്ല, എങ്കിലും ഞാൻ കുറേയധികം പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കാറുണ്ട്. എല്ലാം കൂടി ടൈം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, മുഴുവനായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മോളുടെ സ്കൂൾ ബാഗും അതുപോലെ തന്നെ ടിഫിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഗോതമ്പ് പുട്ടായിരുന്നു. പക്ഷേ ഗോതമ്പ് പുട്ടുണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് എൻ്റെ ജോലികൾ കഴിയും, വീട്ടു ജോലികളൊക്കെ കഴിയും, പിന്നെ കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ള സമയം എന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതായത് വർക്കിൻ്റെ ഒരു ടൈമാണ്, വർക്ക് ടൈമാണ്, മീറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ടൈമിലാണ് വരിക. അപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് എൻ്റെ ഈ ഒരു ചെറിയൊരു സ്പേസ് മാത്രമാണ് കേട്ടോ എൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ചിലത് വിചാരിക്കും നമുക്കൊരു യൂട്യൂബർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വീഡിയോസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഫീൽഡിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഐറ്റംസും സ്പേസും കാര്യങ്ങളൊക്കെ വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഈ ഒരു കുഞ്ഞു ടേബിളും ചെറിയൊരു ഷീറ്റുമാണ് കേട്ടോ എൻ്റെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ വന്നിട്ട് എൻ്റെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഷെഡ്യൂള് പിന്നെ ക്ലാസ് ഏതൊക്കെ ക്ലാസ്സാണ്, അതുപോലെ എനിക്ക് എന്തൊക്കെ ഇന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ഞാൻ കോഴ്സ് ചെയ്യണുണ്ട്, ഞാൻ പഠിക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ അതിൻ്റെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ഡേ ഒന്ന് ഷെഡ്യൂൾ ചെയ്യും. നോർമലി ഞാൻ മോർണിംഗിലാണ് ചെയ്യാറ്, പക്ഷേങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കൂടുതലും സ്പെൻഡ് ചെയ്യണത് കംപ്ലീറ്റ്ലി വർക്കിലായിരിക്കും. കാരണം ഞാൻ മോർണിംഗ് മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട്, അതായത് ഞാനിപ്പോൾ വീട്ടു ജോലി ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ തീരെ യൂസ് ആക്കലില്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും, നമ്മൾ അതിൻ്റെ ഇടയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ആ ഒരു ജോലി മാത്രം ചെയ്ത് പെട്ടെന്ന് തീർക്കും. കാരണം എനിക്ക് ആ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, ഇവിടെ കുറച്ചും കൂടെ ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പം എന്നെ പോലെ ആയിരിക്കില്ല നിങ്ങളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. തലേ ദിവസം ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ആ ഒരു റുട്ടീൻസ്, അതായത് കുക്കിങ്, ക്ലീനിങ്, അതൊന്നും ഒരുപാട് ഇവിടെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തു. പിന്നെ എനിക്ക് ഒരു 11 മണി മുതൽ 12 മണി വരെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ് എടുക്കാനുള്ളത്, അതായത് എൻ്റെ വർക്ക്. പലർക്കും അറിയാം എൻ്റെ ജോലി എന്താണെന്നറിയാം. ഞാനൊരു കാലിഗ്രാഫി ട്രെയിനറാണ്, കാലിഗ്രാഫിയും ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ട്രെയിനറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതായത് ക്ലാസ്. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അത് ചോറിൻ്റെ കറി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ആകുമ്പോഴേക്കും എൻ്റെ ക്ലീനിങ് ആണ് കഴിയട്ടോ, മുഴുവൻ പണിയല്ല. അപ്പോൾ കറി വെക്കാനുണ്ടായിരുന്നു. കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ഒരു മണിയൊക്കെ ആയ സമയത്ത് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോക്സൊക്കെ വന്ന് ചെയ്തു. ബോക്സ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു ബോക്സ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ബോക്സ് കാര്യങ്ങളൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്തു ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 10 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സിന് ഓരോ സൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതല്ല കേട്ടോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ അതായത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റുട്ടീൻസ് ചെയ്യുക. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സംഭവം പറഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിന് അത് പറ്റണമെന്നില്ല. ഓരോരുത്തരുടെ ലൈഫ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങളതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇന്ന് എന്താണ് പുതുതായിട്ട് ചെയ്യാനുള്ളത്. അതായത് ഞാനൊരിക്കലും വീട്ടു ജോലിനെയോ അല്ല കുക്കിങ്ങിനെയോ കുറ്റം പറയുന്നില്ല. പക്ഷേങ്കിൽ അത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്.
അതിപ്പം നമുക്ക് ഒരു നിർബന്ധമായിട്ട് നമ്മളത് ചെയ്യേണ്ടതാണ്. അതൊരു കാരണം നമുക്ക് ഭക്ഷണം കഴിക്കണം, നമുക്ക് നല്ല വൃത്തിയുള്ള വീട്ടിൽ ജീവിക്കണം അല്ലേ, ഭക്ഷണം കഴിക്കണം, ഡ്രസ്സ് പുതിയ അലക്കി നമുക്ക് ഇടണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങളൊരു ഭാഗം, ഒരു ലൈഫിനൊരു ഭാഗമാക്കുക. നിങ്ങൾക്ക് ഒരു മെയിനായിട്ടുള്ളൊരു ഗോൾ വേറൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ ജോലിയൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പം ഞാൻ എൻ്റെ ചോറൊക്കെ കഴിച്ചു. മോളൊക്കെ വന്നതിന് സ്കൂൾ വിട്ട് വന്ന ശേഷം വൈകുന്നേരം ഒന്ന് ഇവിടെ അടുത്തുള്ളൊരു മാളിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇതിലൊക്കെ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ ഗെയിമൊക്കെ കളിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫോസിലിൻ്റെ ഒരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എവിടെയാണ് ഈ വാച്ച് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മിൻഹയില്ലേ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ, ആ കുട്ടി ഇട്ടത് കണ്ടതായിരുന്നു. അപ്പോൾ അതിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു വാച്ച് കണ്ടു. അപ്പം അങ്ങനെയാണ് ഈ ഒരു വാച്ച് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സൈസ് കൂടുതലാണ് ഇതിൻ്റെ ഒരു, അപ്പോൾ അതെനിക്ക് കട്ട് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഉറങ്ങാൻ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ എൻ്റെ കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാത്തതുകൊണ്ടൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ.